हिन्दुरक्षा ममादीक्षा. ഇത് ശരിക്കും പറഞ്ഞാൽ ആദ്യം പ്രയാഗ്രാജ് കുംഭമേളയിൽ ഞങ്ങളിങ്ങനെ ഒരു ആശയം അവിടെ രാവിലെ 3:45 പോയി നിങ്ങൾ സ്നാനം ചെയ്തപ്പോൾ ഞങ്ങളുടെ മനസ്സിലുണ്ടായ ഒരു ഐഡിയയാണ് കുംഭമേള സോങ് എന്ന് പറയും. മലയാളത്തിൽ ആദ്യം ചെയ്തിട്ടുള്ളത് പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ തിരുനാവായ കുംഭമേള. പക്ഷേ ഓൾറെഡി ഞങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഗുരുനാഥനായ ശ്രീ മഹാമണ്ഡലേശ്വർ അനന്തരം ഭാരതി സ്വാമിജിക്ക് ഉള്ള ഒരു ഗുരുദക്ഷിണയായിട്ടാണ് ഞങ്ങളത് തുടങ്ങിയത്. അപ്പോൾ സ്വാമിജിയുടെ വാക്കുകൾ ആദ്യം തന്നെ നിങ്ങൾക്ക് കണ്ണൻ കുഞ്ഞിൽ തന്നെയായത് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ കർമ്മം അത് നിങ്ങൾ ചെയ്യുക ഏതൊരു വിഷയത്തിലും എന്നുള്ള ഒരു ആപ്തവാക്യം മനസ്സിൽ എഴുതിക്കൊണ്ടാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതൊന്നും അല്ലാന്ന് ഞങ്ങൾക്കറിയാം. കാരണം ഈ വിശ്വ പരിഷത്ത് തന്നെ നമ്മുടെ കല്ലറ മോഹനൻ ചേട്ടനും അതുപോലെ എനിക്ക് നേരിട്ട് അറിയാവുന്നവരുടെ പേര് മാത്രമാണ് ഞാൻ പറയുന്നത്. അതുപോലെ ശ്യാമളപേരമയൊക്കെ ചെയ്യുന്ന അതുപോലെ ശാലി ചെയ്ത് ഒത്തിരി പേരുണ്ട് അവിടെ തന്നെ, ഇഷ്ടം പോലെ പേരുണ്ട്. അതുപോലെ കൊയ്ക്കത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഒരു 2% പോലും ഞങ്ങൾ ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രമാണ് ഞങ്ങൾക്ക് ചെയ്യുന്നത്, ഞങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത്. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ എപ്പോഴും ഒരു സ്ഥലം പറഞ്ഞത് പബ്ലിസിറ്റി വലിയൊരു കാര്യമാണ്. കാരണം ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളുടെ എന്ത് ചെയ്യുക ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെല്ലാം നമ്മൾ ഈ പാട്ടിട്ടപ്പോൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചുകൊണ്ടാണ് അതിൻ്റെ വ്യൂവർഷിപ്പ് കിട്ടിയത്. കാരണം എന്ത് ചെയ്യുക ഒരു മാസം കൊണ്ട് എന്ത് ചെയ്യുക 3-4 ലക്ഷം പേര് തന്നെ മൊത്തത്തിൽ കണ്ടു എന്നുള്ളത് ആൾക്കാർ ഞങ്ങൾക്ക് അല്ലെങ്കിൽ എത്രത്തോളം എന്ത് ചെയ്യുക ആൾക്കാരിലേക്ക് എത്തി അല്ലെങ്കിൽ ആൾക്കാർ എത്രത്തോളം അതിൽ താല്പര്യമുണ്ട് എന്നുള്ളതാണ് ഞങ്ങളെ എപ്പോഴും പ്രചോദിപ്പിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ സേവനം എന്ന് പറയുന്നത് നാഡീവൈദ്യം കൊണ്ടുള്ള അല്ലെങ്കിൽ പൾസ് ഡയഗ്നോസിസ് എന്ന് പറയുന്നതും അതുപോലെയുള്ള രോഗങ്ങളുടെ രീതിയിൽ കൂടുതലും സ്പൈനൽ ഡിസോർഡറാണ്, നടുവേദന പോലുള്ള കാര്യങ്ങൾ, വാതരോഗങ്ങളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള കുംഭമേള പോലുള്ള കാര്യങ്ങൾ നമ്മുടെ ആധ്യാത്മിക ഉണർവാണ്. ഇന്ന് രാവിലെ ജന്മഭൂമി പത്രത്തിൽ പ്രശാന്ത് എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥൻ ഒരു ലേഖനമുണ്ട്. അതിനകത്ത് ഭരണഘടനയിൽ 71 മനുഷ്യരുടെ പ്രകാരം സാംസ്കാരികമായിട്ടുള്ള അതാത് രാജ്യത്ത്, അതായത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നമ്മുടെ സംസ്കാരത്തിൻ്റെ മൂല്യങ്ങൾ അതിന് ശോഷണം വരുത്താത്ത രീതിയിൽ ആചരിക്കേണ്ടത് ഒരു പൗരന്റെ കടമയാണ് എന്ന് എടുത്ത് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആ കടമ നിർവഹിക്കുന്ന നിങ്ങളുടെ മുന്നിൽ ഞാൻ നിങ്ങളുടെ പാദനമസ്കാരം ചെയ്തതുകൊണ്ട് എൻ്റെ വാക്കുകളും നിങ്ങൾക്ക് തരുന്ന ഈ അംഗീകാരവും എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനൊരു വേദിയിൽ നിൽക്കാനും നിങ്ങളുടെ മുന്നിൽ വന്ന് സംസാരിക്കാനും സാധിച്ചതിൽ അല്ലെങ്കിൽ അവരുടെ അവസരം തന്നതിൽ എല്ലാവരോടും നന്ദി പറയാണ്. ഇതിന്റെ സംഘാടകരോടൊക്കെ എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു പെട്ടെന്ന് പാടണമെന്ന് പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം. മാഘമല്ലയുടെ തന്നെ ഗാനം തന്നെ ആരംഭിക്കാം. ബ്രഹ്മദേവന്റെ രാഗഭൂമി നാവാമുകുന്ദന്റെ പുണ്യതീരം ബ്രഹ്മദേവന്റെ രാഗഭൂമി നാവാമുകുന്ദന്റെ പുണ്യതീരം ഭാരത നദികൾ ഒന്നായി ഒഴുകിയ നിളയുടെ തീരത്ത് സംഗമം മോക്ഷഭൂമിൽ ത്രിമൂർത്തി സംഗമം മാഘ പൗർണമി കുംഭമേള മാഘ പൗർണമി കുംഭമേള ബ്രഹ്മദേവന്റെ യാഗഭൂമി നാവാമുകുന്ദന്റെ പുണ്യതീരം. हिन्दुरक्षा